24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. ഡോക്ടർ ശശി തരൂർ എംപിയുടെ സ്റ്റാഫ് അംഗം സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസ് പിടിയിൽ. ശിവകുമാർ പ്രസാദ് അടക്കം 2 പേരാണ് ഡൽഹി വിമാനത്താവളം വഴി സ്വർണം കടത്തുന്നതിനിടെ പിടിയിലായത്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് തരൂരിന്റെ പ്രതികരണം. CPIM-ഉം കോൺഗ്രസും സ്വർണ്ണക്കടത്തുകാരുടെ മുന്നണി എന്ന വിമർശനവുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. സ്വർണ്ണക്കടത്തുകാരെ മനസ്സിലായെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് 500 ഗ്രാം സ്വർണവുമായി ശശി തരൂരിന്റെ PA ശിവകുമാർ പ്രസാദിനെയും കൂട്ടാളിയെയും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. വിദേശത്തു നിന്നെത്തിയ ആളുടെ പക്കൽ നിന്ന് സ്വർണം സ്വീകരിക്കുന്നതിനിടെയാണ് ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തതെന്ന് കസ്റ്റംസ് അറിയിച്ചു. എയർഡ്രോം എൻട്രി പെർമിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഇയാൾ വിമാനത്താവളത്തിനകത്തേക്ക് പ്രവേശിച്ചത്. വിവരമറിഞ്ഞത് ഞെട്ടലോടെയാണെന്നും 72-കാരനായ ഇദ്ദേഹത്തെ വിരമിച്ച ശേഷവും അനുകമ്പയുടെ പുറത്ത് തന്റെ സ്റ്റാഫിൽ തുടരാൻ അനുവദിക്കുകയായിരുന്നുവെന്നും തരൂർ പ്രതികരിച്ചു. तो एक बुजुर्ग आदमी है जो रिटायर हो गया है और जो मुझे जरा सा मदद दे रहा था पार्ट टाइम, जब उनको उनकी स्वास्थ्य उनको करने देते हैं. मैं ये न्यूज से बिल्कुल शॉक्ड हूं. तो इसलिए मैंने कहा कि जो भी अथॉरिटीज को करना है उनको करने दीजिए, मुझे तो इसमें कोई बंधन नहीं है. സ്വർണം കടത്തുന്നത് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു കാര്യം മനസ്സിലായില്ലേ, സ്വർണ്ണമെല്ലാം കടത്തിക്കൊണ്ടുവരുന്നതും ബന്ധപ്പെടുന്നതും ആരൊക്കെയാണെന്ന് ഇവിടെ വലിയ കോലാഹലമായിട്ട് ഒരു ഗ്രാം ആർക്കും പിടിക്കാൻ പറ്റിയില്ലല്ലോ. അവ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്, പിടിക്കട്ടെ. CPIM-ഉം കോൺഗ്രസും സ്വർണ്ണക്കടത്തുകാരുടെ മുന്നണിയാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. സംഭവത്തിൽ കസ്റ്റംസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. 24 ഡൽഹി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.